തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ബൈബിൾ പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠനം ആരംഭിക്കുന്നത് പഞ്ചഗ്രന്ഥത്തെക്കുറിച്ചുള്ളൊരു ആമുഖ പഠനമാണ്. നമ്മുടെ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പഞ്ചഗ്രന്ഥം എന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ബൈബിളിനെ കുറിച്ചുള്ള ആമുഖ പഠനങ്ങളിൽ നിന്നും ബൈബിൾ എന്താണെന്നും ബൈബിളിനെ കുറിച്ചുള്ള പൊതുവായ അറിവ് നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. എങ്കിലും പഞ്ചഗ്രന്ഥം പഠിക്കുന്നതിന് ആരംഭമായിട്ട് ബൈബിൾ എന്നാൽ എന്താണ് ബൈബിൾ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകി അവിടെ നിന്നും പഠനം മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ബൈബിൾ എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ നിങ്ങൾ നൽകിയും നിങ്ങൾ കേട്ടിട്ട് കാണും. ബൈബിൾ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. ബൈബിളിൻ്റെ വിഭാഗം യഹൂദരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ്. യഹൂദർ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ തെന്നാഹ് എന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ബിബ്ലിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നാണ്. എന്നിങ്ങനെ വ്യത്യസ്തമായി വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ എന്താണ് ബൈബിൾ എന്ന ചോദ്യത്തിന് വളരെ സംക്ഷിപ്തമായി ഒരു ഉത്തരം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം നൽകിയ വെളിപാടുകളുടെ എഴുതപ്പെട്ട രൂപമാണ് വിശുദ്ധ ബൈബിള്. നമുക്കറിയാം, ഈ വിശുദ്ധ ബൈബിളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി നൽകിയ കാര്യങ്ങളാണ്. ദൈവം പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതിയൊന്നും നൽകിയിട്ടില്ല. വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തി. ദൈവം അപ്രകാരം തന്നെ വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിച്ച മാധ്യമം ദൈവത്തിൻ്റെ വചനമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവിക വെളിപാടുകളുടെ മാധ്യമം വിശുദ്ധ വചനമാണ്. വിശുദ്ധ വചനം വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. അപ്രകാരമുള്ള വ്യത്യസ്തമായ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ നൽകിയ ദൈവിക വെളിപാടുകളുടെ എഴുതപ്പെട്ട രൂപമാണ് എന്ന്. അബ്രാഹത്തെ വിളിച്ച് അബ്രാഹത്തെ തുടർന്ന് ഒരു ജനത രൂപപ്പെട്ട് ആ ജനതയിലൂടെ ദൈവം നൽകിയ ദൈവിക വെളിപാട്, അവർക്ക് ലഭിച്ച ദൈവിക വെളിപാടിനോട് ഇസ്രായേലിനുള്ള പ്രതികരണമായിരുന്നു അവിടെ വിശ്വാസവും. അതുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ വിശ്വാസം എന്താണ് എന്നാണ് നാം ഇവിടെ കാണുന്നത്. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം ചരിത്രത്തിലൂടെ നൽകിയ ദൈവിക വെളിപാടുകളുടെ എഴുതപ്പെട്ട രൂപമാണ് വിശുദ്ധ ബൈബിള്. ബൈബിൾ ഈസ് ദ റിട്ടൺ ഫോം ഓഫ് ദ ഡിവൈൻ റെവലേഷൻ ത്രൂ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. നമ്മൾ ബൈബിള് എഴുതപ്പെട്ട രൂപമാണ് എന്ന് പറയുമ്പോൾ ദൈവിക വെളിപാടുകളുടെ എഴുതപ്പെടാത്ത രൂപമുണ്ട്. ആ എഴുതപ്പെടാത്ത രൂപത്തെയാണ് നമ്മൾ വിശുദ്ധ പാരമ്പര്യം എന്ന് വിളിക്കുന്നത്. വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ബൈബിളും ഉൾച്ചേർന്നാണ് ദൈവിക വെളിപാടുകളുടെ ഉറവിടമായിട്ട് നാം കാണുന്നത്. നാം നമ്മുടെ ദൈവവചന പഠന ഭാഗമായിട്ട് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പഠിക്കുന്നു. അത് ദൈവിക വെളിപാടുകളുടെ എഴുതപ്പെട്ട രൂപമാണ്. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബൈബിള് 73 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥം ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. അതേസമയം ഇതിൻ്റെ ഒരു ഭാഗം യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥവും കൂടിയാണ്. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം ഈ പുസ്തകത്തിലെ 39 പുസ്തകങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന തെന്നാഹ് എന്ന് അവര് വിളിക്കുന്നതാണ് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തെന്നാഹിനെ അവർ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്.
തോറ, നെവീം, കെത്തുവീം. തോറയാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന തോറ. തുടർന്ന് നെവീം പ്രവാചക ഗ്രന്ഥങ്ങൾ, അതിനുശേഷം കെത്തുവീം പ്രബോധന ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് യഹൂദന്മാര് വിശുദ്ധ ബൈബിളിനെ തിരിക്കുന്നത്. അതേസമയം ക്രൈസ്തവ പാരമ്പര്യത്തില് വിശുദ്ധ ബൈബിളിലെ പുസ്തകങ്ങളെ, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകങ്ങളെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നത് ചരിത്ര പുസ്തകങ്ങൾ, പ്രവാചക ഗ്രന്ഥങ്ങൾ, പ്രബോധന ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെയാണ് എന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി മുതൽ മക്കബായര് വരെയും വരുന്ന 21 പുസ്തകങ്ങളാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് നാം പഞ്ചഗ്രന്ഥം അഥവാ തോറ എന്ന് ഹീബ്രു ഭാഷയിൽ വിളിക്കുന്നത്. പഞ്ചഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനമാണ് നാം ആരംഭിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ തോറ കണ്ടിട്ട് കാണും. ഞാനൊരു തോറ നിങ്ങളെ കാണിച്ച് അതിനുശേഷം നമുക്ക് തോറയെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കാം. ഇതൊരു തോറയാണ്. യഹൂദന്മാര് ഇന്നും ഔദ്യോഗികമായിട്ടുള്ള തോറ വായന നടത്തുന്നതിന് ഇപ്രകാരമുള്ള തോറ ചുരുളുകളാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മീഡിയം സൈസ് തോറയാണ്. ഇതിനേക്കാളും വലിയ തോറകളുണ്ട്, അതുപോലെ തന്നെ ഇതിനേക്കാൾ ചെറിയ തോറകളുമുണ്ട്. ഇത് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം 5 പുസ്തകങ്ങൾ, നമ്മുടെ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചുരുളാണ് ഈ തോറ ചുരുള്. തോറയുടെ പഠനം നമ്മൾ ആരംഭിക്കുമ്പോൾ എന്താണ് തോറായുടെ പ്രധാന ഉള്ളടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തോറ മുഴുവൻ വായിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും. ഒന്ന്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് ആരാണ്, ഇസ്രായേലിന്റെ ദൈവം ആരാണ് എന്ന കാര്യം വെളിപ്പെടുത്തുന്നത് തോറായിലാണ്. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേര് വെളിപ്പെടുത്തുന്നത് തോറായിലാണ്. രണ്ടാമത് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത്, ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ ജനതകളിൽ നിന്നും ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയും ആ ജനതയിലൂടെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ രൂപീകരണവും ഇസ്രായേൽ ജനതയിലൂടെ ദൈവം നൽകുന്ന വെളിപ്പെടുത്തലും നമുക്ക് ഈ തോറായിൽ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തോറായുടെ ഉള്ളടക്കത്തിലേക്ക് കാണുമ്പോൾ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന കാര്യം തോറായിൽ വ്യക്തമായി നൽകുന്നു. അതുകൊണ്ട് തന്നെ തോറായുടെ പ്രധാന ഒരു ഉള്ളടക്കം നിയമം ആണ്. ഇസ്രായേൽ ജനം എപ്രകാരം ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തോറായിലെ പ്രധാന ഉള്ളടക്കം നിയമമായതുകൊണ്ടാണ് തോറായെ പൊതുവായി ലോ, നിയമഗ്രന്ഥം എന്നും വിവർത്തനം ചെയ്യാറുണ്ട്. തോറായിൽ നിയമം നൽകപ്പെടുന്നു. അപ്പൊ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, നമ്മുടെ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിലെ തോറ. അതിനുശേഷം ഈ 5 പുസ്തകങ്ങളിൽ നൽകിയിരിക്കുന്ന നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിക്കാതെ എപ്രകാരം ഇസ്രായേൽ ജീവിച്ചു എന്ന കാര്യമാണ് ജോഷുവ മുതൽ മക്കബായർ വരെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നിയമം നൽകി. ആ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അത് അനുസരിക്കാതെ ഇസ്രായേൽ ജനം എപ്രകാരമാണ് ജീവിച്ചത് എന്ന കാര്യം നമുക്ക് ജോഷുവ മുതൽ മക്കബായർ വരെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രവാചക ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നും തോറായിൽ നിന്നും ജനം അകന്നു പോകുമ്പോൾ തോറായിലേക്ക് ജനത്തെ തിരിച്ചു വിളിക്കുവാൻ വേണ്ടി ദൈവത്താൽ അയക്കപ്പെടുന്ന വ്യക്തികളായിരുന്നു പ്രവാചകന്മാർ. കർത്താവിന്റെ വചനവുമായി ഇസ്രായേൽ ജനത്തിന്റെ പക്കലേക്ക് വരുന്നവരാണ്. വിശുദ്ധ ബൈബിളില് വ്യത്യസ്തമായ പ്രവാചകന്മാരെ കാണും. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ദൈവഹിതത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, തോറായിൽ നിന്ന് അകന്നുപോയപ്പോൾ നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ പക്കലേക്ക് വിടുന്നതും, ആഹാബ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ഏലിയായെ പ്രവാചകനെ വിടുന്നതും, അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ സന്ദേശമായി വ്യത്യസ്തമായ പ്രവാചകന്മാര് വരുന്നത് കാണാം. അങ്ങനെ ഈ പ്രവാചകന്മാരാണ് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് തോറായെ, ദൈവത്തിന്റെ ഹിതം ഉൾക്കൊള്ളുന്ന തോറായെ വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നതും, തോറായിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചിരുന്നതും പ്രവാചകന്മാരാണ്. അവരുടെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രവാചക ഗ്രന്ഥങ്ങള്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് തോറ നിയമം ഉൾക്കൊള്ളുന്നു. നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിക്കാതെ ഇസ്രായേൽ
എപ്രകാരമാണ് ജീവിച്ചത് എന്ന കാര്യം ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ജോഷുവ മുതൽ മക്കബായർ വരെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണും. പ്രവാചക ഗ്രന്ഥങ്ങൾ ഇസ്രായേൽ ജനം തോറായിൽ നിന്ന് അകന്നു പോകുമ്പോൾ തോറായിലേക്ക് തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടിയിട്ടും തോറ അനുസരിച്ച് എപ്രകാരം ജീവിക്കണമെന്ന് കാലഘട്ടത്തിനനുസരിച്ച് അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നവരാണ് പ്രവാചകന്മാര്. അവരുടെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് നെവീം അഥവാ പ്രവാചക ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്. ബൈബിൾ മറ്റൊരു ഭാഗം പുസ്തകങ്ങളുള്ളത് പ്രബോധന ഗ്രന്ഥങ്ങളാണ്. അത് ജ്ഞാനികളായ ആളുകൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ ക്രമത്തോടൊക്കെ ചേർന്ന് എപ്രകാരമാണ് ജീവിതം നയിക്കേണ്ടതെന്ന് മനുഷ്യകുലത്തെ പ്രബോധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തോറായ്ക്കും അപ്പുറത്തേക്ക് സൃഷ്ടപ്രപഞ്ചത്തിലെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനികളായ ആളുകൾ നൽകുന്ന ഉപദേശങ്ങളാണ്. പ്രത്യേകിച്ച് അനുദിന ജീവിതം എപ്രകാരം ദൈവിക ക്രമങ്ങളോട് ചേർത്ത് മുന്നോട്ട് നയിക്കണമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ജ്ഞാനികളായ ആളുകളുടെ പ്രബോധനങ്ങളാണ് നമ്മൾ ഈ പ്രബോധന ഗ്രന്ഥങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ബൈബിളിനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. തോറ അഥവാ നിയമഗ്രന്ഥം, അതിൻ്റെ അകത്ത് ദൈവിക നിയമം, ദൈവഹിതം വെളിപ്പെടുത്തുന്നു. എപ്രകാരമാണ് ഇസ്രായേൽ ജീവിക്കേണ്ടത്, അല്ലെ മനുഷ്യകുലം എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ ദൈവഹിതം തോറായിൽ നമുക്ക് കാണും. ആ ദൈവഹിതം അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിക്കാതെ, തോറ അനുസരിച്ച് അല്ലെങ്കിൽ തോറ അനുസരിക്കാതെ ജീവിക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് ജോഷുവ മുതൽ മക്കബായർ വരെയുള്ള പുസ്തകങ്ങൾ കാണും. ദൈവഹിതത്തിൽ നിന്നും ഇസ്രായേൽ അകന്നു പോകുമ്പോൾ അവരെ ദൈവഹിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവത്താൽ അയക്കപ്പെടുന്ന പ്രവാചകന്മാരുടെ പഠിപ്പിക്കലുകൾ, പ്രബോധനങ്ങളാണ് പ്രബോധന ഗ്രന്ഥങ്ങളിൽ നാം കാണുന്നത്. അതുപോലെ തന്നെ ജ്ഞാനപുസ്തകങ്ങള് മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എപ്രകാരം ദൈവിക ക്രമങ്ങളോട് പൊരുത്തപ്പെട്ട് മനുഷ്യൻ ജീവിക്കണമെന്ന് ജ്ഞാനികളായ ആളുകൾ നൽകുന്ന ഉപദേശങ്ങളുടെ സംഗ്രഹമാണ്. ഇതിലെ തോറായിലേക്കുള്ള പഠനമാണ് നാം ആരംഭിക്കുന്നത്. തോറ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് 5 ഗ്രന്ഥങ്ങളായിട്ടാണ് എങ്കിലും എഴുതപ്പെട്ടപ്പോൾ അത് ഒരൊറ്റ ഗ്രന്ഥമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇസ്രായേലിന്റെ നിയമഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗ്രന്ഥമായിരുന്നു. ഒറ്റ ഗ്രന്ഥമായിട്ട് അവര് നിയമഗ്രന്ഥം എഴുതിയെങ്കിലും അന്ന് ചുരുളുകളിൽ, അത് പപ്പീറസ് ചുരുളുകളോ തുകൽ ചുരുളുകളൊക്കെയാണ്, ചുരുളുകളിൽ എഴുതുമ്പോൾ അത് വലിയ ചുരുളുകളായി മാറുന്നതുകൊണ്ട് നിയമഗ്രന്ഥം ഒറ്റ ഗ്രന്ഥമാണെങ്കിലും അത് എഴുതി വെച്ചിരുന്നത് 5 ചുരുളുകളിലായിട്ടാണ്. അങ്ങനെ 5 ചുരുളുകളിലായിട്ട് എഴുതപ്പെട്ട ഒറ്റ ഗ്രന്ഥമായിരുന്നു നിയമഗ്രന്ഥം അഥവാ തോറ. പിൽക്കാലത്താണ് അതിനെ 5 ആയി കാണുന്നതും 5 പേരിൽ അറിയപ്പെടുന്നതൊക്കെ. ഇന്ന് നമ്മൾ തോറായെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവുകൾ, തോറയുടെ ഉള്ളടക്കത്തിലേക്കല്ല പോകുന്നത്, തോറായുടെ രൂപീകരണത്തെക്കുറിച്ചും തോറായെക്കുറിച്ചുള്ള പൊതുവായ അറിവുകളുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കുവെക്കുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-18 വചനങ്ങളിൽ കാണുന്നുണ്ട്, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലെന്നാക്കുവാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ കരുതരുത്, അതിനെ പൂർത്തിയാക്കുവാനാണ്. യഥാർത്ഥത്തിൽ ഈശോ മിശിഹ വന്നത് തോറ ഇല്ലെന്നാക്കുവാനല്ല, തോറായിലൂടെ നൽകിയ ദൈവിക വെളിപാടുകളെ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ മിശിഹ വന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 45-46 വചനങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾ മോശയിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം മോശ എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വചനത്തിൽ ഈശോ മിശിഹ വീണ്ടും പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും തന്നെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമം നാം പഠിക്കുമ്പോൾ എപ്പോഴും പഴയ നിയമത്തെ പുതിയ നിയമത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പഠിക്കണം. പുതിയ നിയമത്തിൽ ഈശോ മിശിഹ എപ്രകാരമാണോ പഴയ നിയമത്തെ കാണുന്നത്, അതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെ അടിത്തറയായിട്ട് പഴയ നിയമം നാം പഠിക്കുമ്പോൾ എപ്പോഴും പുതിയ നിയമത്തോട് ചേർത്ത് നിന്ന് എങ്ങനെയാണോ പഴയ നിയമം പുതിയ നിയമത്തിൽ പൂർത്തിയായിരിക്കുന്നത്, ആ പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പഴയ നിയമം പഠിക്കുവാൻ. അതുപോലെ തന്നെ പുതിയ നിയമത്തെ എപ്പോഴും പഴയ നിയമത്തോട് ചേർത്ത് നിർത്തി പഠിക്കുമ്പോഴാണ് അതിന്റെ അന്തരാർത്ഥം സമഗ്രമായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പഞ്ചഗ്രന്ഥം അഥവാ പെന്ററ്റ്യൂക്ക് എന്താണ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ പഠനം ആരംഭിക്കാം. പഞ്ചഗ്രന്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പെന്റെതെഉക്കോസ് എന്ന 2 വാക്കുകൾ ചേർന്നാണ് പെന്ററ്റ്യൂക്ക് എന്ന വാക്കുണ്ടാകുന്നത്. പഞ്ചഗ്രന്ഥം എന്നതിന്റെ ഗ്രീക്ക് വാക്കാണ് പെന്റെതെഉക്കോസ്.
അതിൽ നിന്നുമാണ് പെന്ററ്റ്യൂക്ക് എന്ന വാക്ക് ഉണ്ടാകുന്നത്. പെന്റെ തൌക്കോയി 5 ചുരുളുകൾ എന്നർത്ഥത്തിലാണ് അത് വരുന്നത്. ഈ 5 ചുരുളുകൾ 5ആയി കാണുവാൻ തുടങ്ങുന്നത് ഈ 5 ചുരുളുകൾ ചേർന്ന് ഒറ്റ ഗ്രന്ഥം ഇസ്രായേലിന്റെ നിയമഗ്രന്ഥം ആയിരുന്നു എന്ന കാര്യം നാം നേരത്തെ പറഞ്ഞു. ഇതിനെ ഹീബ്രു ഭാഷയിൽ വിളിക്കുന്ന പേരാണ് തോറ. തോറ എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം ഇൻസ്ട്രക്ഷൻ ഓർ ടീച്ചിങ്സ് എന്നാണ്. എന്നാൽ പൊതുവായി തോറായെ നിയമം എന്ന് വിവർത്തനം ചെയ്യാറുണ്ട്. കാരണം തോറായുടെ പ്രധാന ഉള്ളടക്കം നിയമം ആണല്ലോ. നിയമം എന്നതിന്റെ ഗ്രീക്ക് വാക്ക് നോമോസ് എന്നാണ്. ബൈബിളില് പല പേരുകളിൽ തോറ അറിയപ്പെടുന്നുണ്ട്. ദ ബുക്ക് ഓഫ് മോസസ്, മോശയുടെ പുസ്തകം, എസ്ര 6:18, നെഹ്മിയ 13:1, 2 ക്രോണിക്കൽസ് 25:4, 35:12, മർക്കോസ് 12:26. ഇവിടെ എല്ലാം മോശയുടെ പുസ്തകം എന്ന് പറയുന്നത് തോറായെ ഉദ്ദേശിച്ചാണ്. അതുപോലെ തന്നെ നിയമഗ്രന്ഥം എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നതും തോറായെ ഉദ്ദേശിച്ചാണ്. ഡ്യൂട്രോണമി 29, 21, 30, 10, 31, 26 ഒക്കെ ഉദാഹരണമാണ്. അതുപോലെ ദ ബുക്ക് ഓഫ് ദ ലോ ഓഫ് യാവേ, കർത്താവിന്റെ നിയമഗ്രന്ഥം എന്ന് ഈ തോറായെ ഉദ്ദേശിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നെഹമ്യ 9:3, 2 ദിനവൃത്താന്തം 17:9. ബുക്ക് ഓഫ് ദ ലോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നിയമഗ്രന്ഥം എന്ന് നെഹമ്യ 8:18 വിളിക്കുന്നു. ബുക്ക് ഓഫ് ദ ലോ ഓഫ് മോസസ്, മോശയുടെ നിയമഗ്രന്ഥം എന്ന് ജോഷുവ 8:31, 23:6, 2 രാജാക്കന്മാര് 14:6, നെഹമ്യ 8:1 പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോശയുടെ നിയമം എന്ന് പറയുന്നതും ബൈബിളിൽ പല പ്രാവശ്യം മോശയുടെ നിയമം എന്ന് പറയുന്നതും ഈ തോറായെ ഉദ്ദേശിച്ചാണ്. ലൂക്ക 2:2, 24:44, യോഹന്നാൻ 7:23. അതുപോലെ വെറുതെ മോസസ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നതും തോറായെ ഉദ്ദേശിച്ചാണ്. ലൂക്കാട് സുവിശേഷം 24:27, യോഹന്നാൻ 5:46, 47. അങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ തോറ ബൈബിളിൽ അറിയപ്പെടുന്നുണ്ട്. തോറ എഴുതപ്പെട്ടപ്പോൾ ഒറ്റ ഗ്രന്ഥമായി എഴുതിയെങ്കിലും സൗകര്യത്തിന് വേണ്ടി 5 ചുരുളുകളിൽ അതിനെ സൂക്ഷിച്ചിരുന്നു. തോറ അതിന്റെ ഫൈനൽ രൂപീകരണം നടക്കുന്ന 5-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ 3-ാം നൂറ്റാണ്ടോടുകൂടി ഹീബ്രു ഭാഷയിൽ നിന്നും തോറ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവർത്തനം ചെയ്ത അവസരത്തിലാണ് തോറായിലെ 5 ചുരുളുകളെയും വ്യത്യസ്തമായ പേരുകളിൽ വിളിക്കുവാൻ തുടങ്ങുന്നത്. അങ്ങനെ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ഓരോ ചുരുളിനും അതിന്റെ ഉള്ളടക്കം അനുസരിച്ച് പേര് നിശ്ചയിച്ചു. അങ്ങനെയാണ് 1-ാമത്തെ ചുരുള് എല്ലാത്തിന്റെയും ആരംഭത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അതിനെ ഗനേസയോസ് എന്ന് ഗ്രീക്കുകാർ വിളിച്ചു. ഗനേസിയോസ് എന്ന് പറഞ്ഞാൽ ആരംഭം, ഉൽപ്പത്തി എന്നാണ്. എല്ലാത്തിന്റെയും ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമായിരുന്നുണ്ട്. 1-ാമത്തെ ചുരുളിനെ ഗനേസയോസ് എന്ന് വിളിച്ചു. 2-ാമത്തെ ചുരുളിനെ എക്സ്ഹോദോസ് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ, ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് പോരുന്ന യാത്രയെക്കുറിച്ച് പറയുന്ന വിവരണമായിരുന്നു പ്രധാനമായിട്ടുള്ളത് കൊണ്ട് 2-ാമത്തെ ചുരുളിനെ എക്സോഡസ് എന്ന് വിളിച്ചു. 3-ാമത്തെ ചുരുള് പ്രധാനമായിട്ടും ലേവ്യരെ സംബന്ധിച്ചും ദൈവാലയത്തിലെ ശുശ്രൂഷകളെ കുറിച്ചും പറഞ്ഞിരുന്നുകൊണ്ട് ലെവിറ്റിക്കോൺ എന്ന് ഗ്രീക്കുകാർ അതിനെ വിളിച്ചു. 4-ാമത്തെ ചുരുള് സീനായ് മലയുടെ താഴ്വാരത്തു നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള കണക്കെടുപ്പുകളും അതുപോലെ തന്നെ പുസ്തകത്തിന്റെ അവസാനവും ഒരു കണക്കെടുപ്പ് പറയുന്നുണ്ട്. പിന്നെ ദൈവാലയ നിർമ്മാണത്തിന്, കൂടാര നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികളുടെ കണക്കുകളെല്ലാം പറയുന്നത് കൊണ്ട് ജനസംഖ്യയുടെ കണക്കുകളെല്ലാം പറയുന്നുണ്ട്. ധാരാളം കണക്കുകൾ അതിൻ്റെ അകത്ത് അവതരിപ്പിച്ചേക്കുന്നതുകൊണ്ട് ആ പുസ്തകത്തെ അരിത്തമോയി എന്ന് പറഞ്ഞാൽ ലിറ്ററൽ നമ്പേഴ്സ്, സംഖ്യ എന്നാണ് അർത്ഥം. അതുകൊണ്ട് അരിത്തമോയി എന്ന് ഗ്രീക്കുകാരെ ഗ്രന്ഥത്തെ വിളിച്ചു. അവസാനത്തെ പുസ്തകത്തിന്റെ അകത്ത് നിയമം ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് അതിനെ നിയമാവർത്തനം, യഥാർത്ഥത്തിൽ ഗ്രീക്കുകാർ അവനെ ഡ്യൂട്രോണോമോസ് എന്നാണ് വിളിച്ചത്. ഡ്യൂട്രോണോമോസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോ അല്ല എങ്കിലും നിയമം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഡ്യൂട്രോണോമോസ്, നിയമാവർത്തനം എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെ 5 പേരുകളിലായിട്ടാണ് ഗ്രീക്കുകാര് ഈ പുസ്തകത്തെ മനസ്സിലാക്കിയതും അതിന്റെ ഉള്ളടക്കം അനുസരിച്ച് 5 പേരുകൾ നൽകി. എന്നാൽ പിന്നീട് ഹീബ്രു പാരമ്പര്യത്തിലും 5 ചുരുളുകളെയും 5 പുസ്തകങ്ങളായിട്ട് കരുതുവാൻ തുടങ്ങി. അവരെ പുസ്തകങ്ങൾക്ക് പേര് കൊടുത്തത് ഓരോ ചുരുളിന്റെയും ആദ്യത്തെ വാക്കുകൾ അല്ലെങ്കിൽ ആദ്യത്തെ വാക്യത്തിൽ നിന്നുള്ളൊരു വാക്കായിരുന്നു പുസ്തകത്തിന്റെ പേരായിട്ട് വരുന്നത്. 1-ാമത്തെ ചുരുള് ആരംഭിച്ചിരുന്നത്
ബെറേഷിത്ത് എന്ന വാക്കുകൊണ്ടായതുകൊണ്ട് അതിനെ ബെറേഷിത്ത് എന്ന് വിളിച്ചു. രണ്ടാമത്തെ ചുരുള് ഷെമോത്ത്, പേരുകൾ. രണ്ടാമത്തെ പുസ്തകം തുടങ്ങുന്നത് ഇവയാണ് പേരുകൾ, ദീസ് ആർ ദ നൈംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഷെമോത്ത് എന്ന് പറഞ്ഞ പേരുകൾ എന്നാണ് രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര്, ഷെമോത്ത് എന്നാണ്. മൂന്നാമത്തെ പുസ്തകം വൈക്ര. വൈക്ര എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു എന്നാണ്. മോശെ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്, അതുകൊണ്ട് വൈക്ര എന്നാണ് അതിന്റെ പേര്. നാലാമത്തെ ബ മിദ്ബാർ. ബ മിദ്ബാർ പറഞ്ഞാൽ ഇൻ ദ ഡെസേർട്ട്, മരുഭൂമിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാലാമത്തെ പുസ്തകം ആരംഭിക്കുന്നത്. അഞ്ചാമത്തെ പുസ്തകം എല്ലേ ദബറീം. ദബറീം എന്ന് പറഞ്ഞാൽ വാക്കുകൾ, ഇവയാണ് വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട്, ദീസ് ആർ ദ വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ആരംഭത്തിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹീബ്രു പാരമ്പര്യത്തിലും ഈ 5 പുസ്തകങ്ങൾക്ക് പേര് നൽകി. അങ്ങനെ 5 പുസ്തകങ്ങളും 5 ആയി കാണാൻ തുടങ്ങി. എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തോറ എന്നത് ഒരു നിയമഗ്രന്ഥമായിട്ട് ഇസ്രായേൽക്കാർ ഒറ്റ ഗ്രന്ഥമായിട്ട് തയ്യാറാക്കിയതാണ്. പിൽക്കാലത്താണ് അതിനെ 5 പുസ്തകങ്ങളായിട്ട് കാണുവാനായിട്ട് തുടങ്ങുന്നത്. ഇനി നമ്മൾ പഠിക്കുവാനുള്ളത് തോറായുടെ അഥവാ പഞ്ചഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ് എന്ന കാര്യമാണ്. പഞ്ചഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ കുറിച്ച് പരമ്പരാഗതമായിട്ട് അത് മോശയുടെ ഗ്രന്ഥം എന്നാണ് അറിയുന്നത്. നമ്മൾ ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും, യഹൂദ പാരമ്പര്യത്തിലാണേലും ക്രൈസ്തവ പാരമ്പര്യത്തിലാണേലും മോശയുടെ ഗ്രന്ഥം എന്നാണ് പഞ്ചഗ്രന്ഥം അറിയപ്പെടുന്നത്. അതുകൊണ്ട് മോശയ്ക്കാണ് ഗ്രന്ഥകർത്തൃത്വം കൊടുക്കുന്നത് പരമ്പരാഗതമായി. എന്തുകൊണ്ടാണ് മോശയ്ക്ക് ഗ്രന്ഥകർത്തൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ തന്നെ വ്യത്യസ്തമായ സൂചനകൾ മോശയുടെ ഗ്രന്ഥകർത്തൃത്വത്തേക്ക് നൽകുന്നതുണ്ട്. തോറായിൽ തന്നെ പല ആവർത്തി മോശ എഴുതി വെക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-14, സംഖ്യ 33:1-2, അതുപോലെ തന്നെ നിയമാവർത്തനം 31:9, 31:22 എന്നീ ഭാഗങ്ങളിലൊക്കെ മോശയോട് എഴുതി വെക്കാനായിട്ട് ആവശ്യപ്പെടുന്നതോ മോശ എഴുതി വെക്കുന്നതോ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. തോറായ്ക്ക് പുറത്ത് ബൈബിളിലെ മറ്റു പുസ്തകങ്ങളിലും ഈ തോറായെ മോശയുടെ ഗ്രന്ഥമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജോഷുവ 1:7-8, 8:32, 8:34, എസ്ര 6:18, ദാനിയേൽ 9:11-13, മലാക്കി 4:4 ഇവിടെയെല്ലാം തോറായയില് മോശയുടെ ഗ്രന്ഥമാണ് എന്നുള്ള സൂചന നൽകുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തില് പല ആവർത്തി തോറായയില് മോശയുടെ ഗ്രന്ഥം എന്ന് വിളിക്കുന്നുണ്ട്. മത്തായി 19:18, മർക്കോസ് 12:26, ലൂക്ക 2:22, 16:29, യോഹന്നാൻ 5:46-47, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 13:39 ഇവിടെയെല്ലാം മോശയുടെ ഗ്രന്ഥം എന്നാണ് തോറായെ വിളിക്കുന്നത്. അതുപോലെ തന്നെ യഹൂദ പാരമ്പര്യ പിന്നീട് എഴുതപ്പെട്ട പുസ്തകമായി താൽമൂദ്, മിഷ്ന, അതുപോലെ തന്നെ യഹൂദ ചരിത്രകാരന്മാരായ ജോസഫൂസ്, ഫിലോ, പിന്നീട് സഭാപിതാക്കന്മാര് എല്ലാം മോശയാണ് തോറായുടെ ഗ്രന്ഥകർത്താവ് എന്ന് പഠിപ്പിക്കുകയും അവരെപ്രകാരമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആധുനിക പഠനങ്ങള് മോശയിലേക്ക് തോറായുടെ ഗ്രന്ഥകർത്തൃത്വം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് മോശയിലേക്ക് ഗ്രന്ഥകർത്തൃത്വം കൊടുക്കുന്നില്ലാത്തതിന് കാരണം, വിശുദ്ധ വചനത്തെ പഠിക്കുമ്പോൾ, തോറായിലേക്ക് ആഴമായിട്ട് പഠനം നടത്തുമ്പോൾ ഇതൊരു വ്യക്തിയിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ മോശയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതോ ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള വ്യത്യസ്തമായ സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നിയമാവർത്തന പുസ്തകത്തിന്റെ അവസാനം മോശയുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 34 അധ്യായം 5-6 വചനങ്ങള്. അതിനെ തുടർന്ന് വരുന്ന വചനങ്ങളില് മോശയുടെ പിൻഗാമിയായ ജോഷുവയെ കുറിച്ചും ജോഷുവയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മോശയുടെ മരണശേഷം നടന്നതാകുമ്പോൾ അത് മോശ എഴുതുവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലേക്ക് വരും. അപ്പോൾ ഒരുപക്ഷെ പറയാം, ഇത് അവസാന ഭാഗമാണല്ലോ തോറായുടെ, അതുകൊണ്ട് അവസാന ഭാഗം പിൽക്കാലത്ത് ആരെങ്കിലും കൂട്ടിച്ചേർത്തതായിരിക്കാം. എന്നാൽ നമ്മൾ തോറായുടെ ഉള്ളടക്കത്തിലേക്ക് നോക്കുമ്പോൾ മറ്റു പല ഭാഗങ്ങളും ഇത് മോശയിൽ നിന്നും വന്നതല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വചനത്തില് മോശയെക്കുറിച്ച് പറയുന്നത്, മോശ ഈ ഭൂമുഖത്തെ ഏറ്റവും ശാന്തനായ മനുഷ്യനായിരുന്നു എന്നാണ്. അപ്പോൾ മോശയെക്കുറിച്ച് മറ്റാരോ പറയുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ആയിട്ടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 12:3.
വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാൽ, ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം 31 വചനം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേലിയർക്ക് രാജഭരണം ഉണ്ടാകുന്നതിന് മുൻപ് ഏതോ നാട് ഭരിച്ച രാജാക്കന്മാർ ഇവരായിരുന്നു. ഇസ്രായേലിയർക്ക് രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് എന്ന് ഗ്രന്ഥകർത്താവ് എഴുതുമ്പോൾ, ഗ്രന്ഥകർത്താവിന് ഇസ്രായേലിൽ രാജഭരണം ആരംഭിച്ച കാര്യം അറിയാം എന്നത് വ്യക്തമാണ്. ഇസ്രായേൽ രാജഭരണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് എന്ന്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ ഭാഗം എഴുതിയിരിക്കുന്ന വ്യക്തിക്ക് ഇസ്രായേലിലെ രാജഭരണം ആരംഭിച്ച കാര്യം കൃത്യമായിട്ട് അറിയാം. ഇസ്രായേലിൽ രാജഭരണം ആരംഭിക്കുന്നത് മോശയ്ക്കും ശേഷം 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. 1100 ശേഷമാണ് ഇസ്രായേൽ രാജഭരണം ആരംഭിക്കുന്നത്. മോശ ഏകദേശം 1400 BC ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രാജഭരണം ആരംഭിച്ചു എന്നുള്ള സൂചന ഈ ഗ്രന്ഥം വളരെ പിൽക്കാലത്ത് എഴുതപ്പെട്ടു എന്നതിന് സൂചനയാണ്. നിയമാവർത്തനം 34:6 പറയുന്നു മോശയുടെ മൃതസംസ്കാരത്തെക്കുറിച്ച്, മോശയെ അടക്കിയതിനെ കുറിച്ച് പറയുന്നതാണ്. അവിടെ പറയുന്നത് മോശയെ മൊവാബ് ദേശത്ത് ബേത്പയോറിന് എതിർവശത്ത് അടക്കി. ആ സ്ഥലത്തെക്കുറിച്ച് ഇന്നു വരെയും ആർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മോശയുടെ മരണം കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷം എഴുതിയിരിക്കുന്നത് പോലെയാണ്. പണ്ടെന്നോ അടക്കി, അത് ഇന്നു വരെയും ആർക്കും ആ അടക്കിയ സ്ഥലം അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് എഴുതിയിരിക്കുന്ന ആള് മോശയുടെ കാലഘട്ടത്തിനും വളരെ പിൽക്കാലത്ത് ജീവിച്ചതാണെന്നുള്ള സൂചനയാണ്. അതുപോലെ തന്നെ നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം ആദ്യ വചനങ്ങൾ, 1-ാം അധ്യായം 5-ാം വചനം, 3-ാം അധ്യായം 8-ാം വചനം, 4-ാം അധ്യായം 41-ാം വചനത്തിലൊക്കെ ജോർദാന് അക്കരെ മൊവാബ് ദേശത്ത് നിന്ന് മോശ നിയമം വിശദീകരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ജോർദാൻ അക്കരെ എന്ന് പറയുമ്പോൾ ഈ എഴുതുന്നയാള് ജോർദാൻ ഇക്കരെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് വാഗ്ദത്ത നാട്ടിൽ നിന്നാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് മൊവാബ് ദേശത്തെ ജോർദാൻ അക്കരെ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രന്ഥം എഴുതുന്ന വ്യക്തി വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷം എഴുതിയതാണ് എന്നത് വളരെ സൂചനയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ചില വിവരണങ്ങൾ ആവർത്തിക്കുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടി വിവരണം 2 പ്രാവശ്യം അവതരിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ സൃഷ്ടി വിവരണത്തില് ദൈവം അദൃശ്യനും അപരിമേയനുമായി നിന്ന് തന്റെ വചനത്താൽ എല്ലാം സൃഷ്ടിക്കപ്പെടുന്ന വിധത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ, 2-ാമത്തെ സൃഷ്ടി വിവരണം 2-ാം അധ്യായത്തില് ദൈവമായ കർത്താവ് മണ്ണിൽ ഇറങ്ങി വന്ന് ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന, മണ്ണ് കുഴച്ച് തന്റെ ജീവശ്വാസം ഊരിക്കൊടുക്കുന്ന മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. 1-ാമത്തെ സൃഷ്ടി വിവരണത്തില് അദൃശ്യനായിട്ട് അപരിമേയനായിട്ട് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. അതുപോലെ തന്നെ 1-ാമത്തെ സൃഷ്ടി വിവരണത്തില് ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ദൈവം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ 2-ാമത്തെ സൃഷ്ടി വിവരണത്തില് 2-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളില് ദൈവമായ കർത്താവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് എല്ലാം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. അപ്പം വ്യത്യസ്തമായ സൃഷ്ടി വിവരണം നമുക്ക് കാണാം. അത് 2 പാരമ്പര്യത്തിൽ നിന്ന് വന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ വിവരണം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ പറയുമ്പോൾ 6-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങള് ദൈവം നോഹയോട് അരുളി ചെയ്യുന്നു പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് പറയുന്ന കാര്യവും, അതിന്റെ അവസാനം നമ്മൾ കാണും എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡി വീതം, അതായത് 2 എണ്ണത്തെ വെച്ച് പെട്ടകത്തിൽ കയറ്റുവാനായിട്ടുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നോഹയോട് അരുളി ചെയ്തെന്ന് പറഞ്ഞാണ് വിവരണം നടക്കുന്നത്. കർത്താവും നോഹയും തമ്മിലുള്ള സംഭാഷണമാണ്. അതിൻ്റെ അകത്ത് മുന്നോട്ട് വരുമ്പോൾ 7 ജോഡി വീതം, എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് 7 ജോഡി വീതം പെട്ടകത്തിൽ കയറ്റണമെന്ന്. അപ്പോൾ പെട്ടകത്തിൽ കയറ്റുന്നതിനെ കുറിച്ച് ഒരു ഭാഗത്ത് പറയും 1 ജോഡി വീതം എല്ലാ ജീവജാലങ്ങളും എടുക്കാൻ പറയുമ്പോൾ, ഒരു ഭാഗത്ത് 7 ജോഡി വീതം എന്ന് പറയും. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കത്തിന്റെ വിവരണം നൽകുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് രണ്ടും വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നതാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തോറായുടെ രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു വ്യക്തിയിൽ നിന്ന് വന്നതോ ഒരു കാലഘട്ടത്തില് മോശയുടെ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടതോ ആയിരിക്കാൻ സാധ്യതയില്ല. പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥത്തിൽ നിന്നും തന്നെ സൂചന ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ആധുനിക കാലത്ത് പഞ്ചഗ്രന്ഥത്തിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോൾ പഞ്ചഗ്രന്ഥം രൂപീകൃതമാകുന്നത്
വ്യത്യസ്തമായ കാലഘട്ടങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജൂലിയസ് വെൽഹൗസൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ വേദശാസ്ത്ര പണ്ഡിതന്റെ അഭിപ്രായത്തിൽ വ്യത്യസ്തമായ രേഖകൾ, അദ്ദേഹം പറയും, ചുരുങ്ങിയത് 4 പാരമ്പര്യങ്ങളെങ്കിലും വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയും ആ 4 പാരമ്പര്യങ്ങളെ പിൽക്കാലത്ത് ഉൾച്ചേർത്ത് ആണ് തോറ രൂപീകൃതമായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനെ 4 പാരമ്പര്യങ്ങളെ വിളിക്കുന്നത് യാഹ്വിസ്റ്റിക് പാരമ്പര്യം, ഏലോഹിസ്റ്റിക് പാരമ്പര്യം, ഡ്യൂട്രോണമിസ്റ്റിക് പാരമ്പര്യം, പ്രീസ്റ്റ്ലി പാരമ്പര്യം. അങ്ങനെ ദൈവമായ കർത്താവ് മോശയിലൂടെ നിയമം നൽകി. ആ മോശയിലൂടെ നൽകിയ നിയമം അനുസരിച്ച് ഇസ്രായേൽ നൂറ്റാണ്ടുകൾ ജീവിച്ചു. ആ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അവരിലൂടെ ഈ ദൈവശാസ്ത്രം വളർന്നു വരുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് വളർന്നു വരുന്നുണ്ട്. അങ്ങനെ കാലഘട്ടങ്ങളിൽ മോശ നൽകിയ നിയമം ജീവിച്ച് അവരിലൂടെ ദൈവിക വെളിപാടുകളും ദൈവശാസ്ത്രവും അതിന്റെ പക്കത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വളരുന്ന കാലഘട്ടങ്ങളിൽ പിൽക്കാലത്ത് ക്രമേണ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിലനിൽക്കുകയും അപ്രകാരം നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെ ക്രമേണ ലിഖിത രൂപത്തിലാക്കുകയും ചെയ്യാണ്. ജൂലിയസ് വെൽഹൗസൻ പറയുന്നത് 9-ാം നൂറ്റാണ്ടോടുകൂടി നിലനിന്നിരുന്ന ഒരു പാരമ്പര്യം എഴുതപ്പെട്ടതാണ് യാഹ്വിസ്റ്റിക് പാരമ്പര്യം. അവിടെ ദൈവത്തെ കർത്താവ് എന്ന് വിളിച്ചുകൊണ്ടാണ് ആ പാരമ്പര്യത്തിൽ പ്രധാനമായിട്ടും ഗ്രന്ഥകർത്താവ് എഴുതുന്നത്. യാഹ്വിസ്റ്റിക് പാരമ്പര്യം ഇസ്രായേലിലെ യൂദാ രാജ്യത്ത്, തെക്കൻ പ്രദേശമായ യൂദാ രാജ്യത്ത് നിലനിന്നിരുന്നതാണ്. അതേസമയം ഏലോഹീം എന്നായിരുന്നു വടക്കൻ പ്രദേശത്തുള്ളവര് ദൈവത്തെ വിളിച്ചിരുന്നത്. ഏലോഹീം എന്ന് വിളിച്ചിരുന്നത് അനുസരിച്ചാണ് 2ാമത്തെ പാരമ്പര്യം, ഇത് 8-ാം നൂറ്റാണ്ട് കാലഘട്ടത്തോടുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്രായേൽ രാജ്യത്ത്, കാരണം 930 ശേഷം ഇസ്രായേൽക്കാരുടെ രാജ്യം വടക്കുള്ളത് ഇസ്രായേൽ എന്നും തെക്കുള്ളത് യൂദ എന്നും തിരിഞ്ഞിരുന്നു. അതിലെ യൂദ രാജ്യത്ത് നിലനിന്നിരുന്ന പാരമ്പര്യം എഴുതപ്പെട്ടതാണ് യാഹ്വിസ്റ്റിക് പാരമ്പര്യം. ഇസ്രായേൽ ദേശത്ത് നിലനിന്നിരുന്ന പാരമ്പര്യങ്ങൾ എഴുതപ്പെട്ടതാണ് ഏലോഹിസ്റ്റിക് പാരമ്പര്യം. പിൽക്കാലത്ത് 7-ാം നൂറ്റാണ്ടിലെ ഇസ്രായേൽ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ അസീറിയക്കാരുടെ അടിമത്തത്തിലേക്ക് 721 ഇസ്രായേൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ വടക്കുണ്ടായിരുന്ന ആളുകളും തെക്കേട്ട് കുറച്ചുപേരൊക്കെ വന്നിട്ട് കാണും. അപ്പോൾ വടക്കു നിന്നുള്ള പാരമ്പര്യവും തെക്കു നിന്നുള്ള പാരമ്പര്യങ്ങളും ഒന്ന് ചേർന്ന് യാഹ്വിസ്റ്റിക് പാരമ്പര്യവും ഏലോഹിസ്റ്റിക് പാരമ്പര്യവും ഒന്ന് ചേർക്കുവാനായിട്ട് 7-ാം നൂറ്റാണ്ടിൽ അത് ഒന്നിച്ചിട്ട് കാണണം. പിന്നെ രാജകൊട്ടാരങ്ങളോടനുബന്ധിച്ച് നിയമത്തിനും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ടായിരുന്ന ഒരു പാരമ്പര്യമാണ് ഡ്യൂട്രോണമിസ്റ്റിക് പാരമ്പര്യം. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഹെസക്കിയ രാജാവിന്റെ കാലത്ത് ഒരു നിയമഗ്രന്ഥം കണ്ടെത്തുന്നത്. കൊട്ടാരങ്ങളോട് ചേർന്നുണ്ട നിയമഗ്രന്ഥമായിരുന്നു. ആ നിയമഗ്രന്ഥം ഡ്യൂട്രോണമിസ്റ്റിക് പാരമ്പര്യത്തിൽ നിന്നും എഴുതപ്പെട്ടിട്ടുള്ളതായിരിക്കണം. നിയമം നമ്മുടെ ഇപ്പോഴത്തെ നിയമാവർത്തന ഗ്രന്ഥത്തിന്റെ 12 തൊട്ട് 26 വരെയുള്ള അധ്യായങ്ങളാണെന്നാണ് പൊതുവെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം. അങ്ങനെ നിയമഗ്രന്ഥം ഉണ്ടായിരുന്ന ഒരു നിയമ പാരമ്പര്യം 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരിക്കുകയും അത് എഴുതപ്പെട്ടിരുന്നു. പിന്നെ പുരോഹിതന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും ക്രമരീതികളെല്ലാം ഉൾക്കൊണ്ട് നിലനിന്ന പാരമ്പര്യങ്ങൾ എഴുതപ്പെട്ടിരുന്ന പ്രീസ്റ്റ്ലി പാരമ്പര്യങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ എഴുതപ്പെടുകയും പിൽക്കാലത്ത് ഈ എഴുതപ്പെട്ട പാരമ്പര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ആ കാലഘട്ടത്തിന്റെ ദൈവശാസ്ത്രത്തോടുകൂടി ഉൾച്ചേർത്ത് രൂപീകൃതമായതാണ് തോറ. അതുകൊണ്ട് തോറ എന്ന് പറയുന്നത് വ്യത്യസ്തമായ പാരമ്പര്യങ്ങളായിട്ട് നിലനിന്നിരുന്ന കാര്യങ്ങളെ വ്യത്യസ്തമായിട്ട് തന്നെ എഴുതപ്പെടുകയും അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരുന്നത് പിൽക്കാലത്ത്, പ്രത്യേകിച്ച് ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇസ്രായേൽ ജനതയിലെ നേതാക്കന്മാര്, റബിമാര് തങ്ങളുടെ നിയമസംഹിതകൾ അന്നുവരെയും എഴുതപ്പെട്ടും വായ്മൊഴിയുമായിട്ടുണ്ടായിരുന്ന നിയമസംഹിതകളെ ക്രോഡീകരിച്ച് ഒരു നിയമഗ്രന്ഥം രൂപപ്പെടുത്തുവാനായിട്ട് അവരാഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽക്കാര് രൂപീകരിച്ച നിയമഗ്രന്ഥമാണ് തോറ എന്നറിയുന്നത്. അത് 5-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയൻ അടിമത്തത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഒരു ജനതയായിട്ട് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ഇസ്രായേൽ ജനതയിലെ നേതാക്കന്മാരുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അന്നുവരെയും നിലനിന്നിരുന്ന വായ്മൊഴിയായിട്ടും എഴുതപ്പെട്ടിട്ടുള്ളതുമായിരുന്ന വ്യത്യസ്തമായ പാരമ്പര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമഗ്രന്ഥം പ്രത്യേകിച്ച് എസ്രാ നെഹമ്യയുടെ കാലഘട്ടത്തിൽ രൂപീകൃതമായി. ആ രൂപീകൃതമായ നിയമഗ്രന്ഥമാണ് തോറ എന്ന് അറിയപ്പെടുകയും ഇസ്രായേൽ ജനതയുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് മാറുകയും ചെയ്യുന്നത്. വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഡോക്യുമെന്റുകൾ
ബൈബിള് രൂപീകരണത്തിൽ, തോറായുടെ രൂപീകരണത്തിലുണ്ട് എന്നുള്ള കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് തെളിവുകൾ കാണുവാനായിട്ട് സാധിക്കും. സംഖ്യയുടെ പുസ്തകം 21 അധ്യായം 14 വചനത്തില് യാവേയുടെ, കർത്താവിന്റെ യുദ്ധങ്ങളുടെ പുസ്തകങ്ങൾ, വാർ ഓഫ് യാവേ, കർത്താവിന്റെ യുദ്ധങ്ങളുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സൂചന പറയുന്നുണ്ട്. നമുക്ക് വിശുദ്ധ ബൈബിളിൽ ഇപ്പൊ അങ്ങനെ ഒരു പുസ്തകമില്ല. പക്ഷേ ഗ്രന്ഥകർത്താവ് ഗ്രന്ഥം എഴുതുന്ന സമയത്ത് അവരുടെ ഇടയിൽ അപ്രകാരം ഒരു പുസ്തകങ്ങൾ എഴുതപ്പെട്ടുണ്ടായിരുന്നിരിക്കണം. അല്ല എങ്കിൽ ജോഷുവയുടെ പുസ്തകം 10:13 യഷാറിന്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യഷാറിന്റെ പുസ്തകം ഏതാണ് എന്ന് നമുക്ക് ബൈബിളിൽ ഇപ്പോഴില്ല. പക്ഷെ ഗ്രന്ഥകർത്താവിന് അക്കാലഘട്ടത്തിൽ യഷാറിന്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകവും, അതല്ല എങ്കിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:41 സോളമന്റെ ദിനവൃത്താന്തം എന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഡോക്യുമെന്റുകളെ കുറിച്ചുള്ള സൂചനകൾ ബൈബിളില് നമുക്ക് പലയിടങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അത് നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥം ഇന്നത്തെ രീതിയിൽ രൂപീകൃതമാകുമ്പോൾ അതിന്റെ ഗ്രന്ഥകർത്താക്കന്മാർക്ക് വ്യത്യസ്തമായ എഴുതപ്പെട്ട ഡോക്യുമെന്റുകളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളും അവർക്ക് നിലനിന്നിരുന്നു. അങ്ങനെ നിലനിന്നിരുന്ന കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം രൂപീകൃതമാകുന്നത്. പ്രത്യേകിച്ച് തോറായെ കുറിച്ച് പറയുമ്പോൾ, തോറ മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ നിയമം, തുടർന്ന് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലൂടെ രൂപപ്പെട്ടു വന്ന നിയമസംഹിതകളും രീതികളുമെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ജീവിതചര്യ, നിയമസംഹിത എല്ലാം വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ കൈമാറിക്കൊടുക്കുകയും, കൈമാറി വന്ന വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ അവസരങ്ങളിൽ എഴുതപ്പെടുകയും ചെയ്തു. അങ്ങനെ എഴുതപ്പെട്ടിരുന്ന ആ പാരമ്പര്യമനുസരിച്ച് ജീവിച്ചു പോകുന്ന ഇസ്രായേൽ ജനം ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ നിയമത്തിൽ നിന്നും ഒക്കെ അകന്നു പോയപ്പോൾ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി. അങ്ങനെ അടിമത്തത്തിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ പൂർവികര് ദൈവത്തിന്റെ നിയമം ഉപേക്ഷിച്ചതുകൊണ്ടാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് അടിമത്തത്തിലേക്ക് പോയത്. ഇനി അപ്രകാരം ഒരു അവസ്ഥ തങ്ങളുടെ ജനതയ്ക്ക് വരാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തോടു കൂടി ബാബിലോൺ അടിമത്തത്തിൽ നിന്നും തിരിച്ചു വന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ നിയമങ്ങൾ എഴുതപ്പെട്ടതും എഴുതപ്പെടാതെ വായ്മൊഴിയായിട്ട് കൈമാറിയതും എല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത രൂപപ്പെടുത്തി. ആ നിയമസംഹിതയാണ് തോറ എന്നറിയപ്പെടുന്നത്. അത് ക്രിസ്തുവിന് മുൻപ് 5-ാം നൂറ്റാണ്ടോടുകൂടിയാണ് രൂപപ്പെടുന്നത്. അങ്ങനെ 5-ാം നൂറ്റാണ്ടോടുകൂടി രൂപപ്പെട്ട തോറ, അതുകൊണ്ട് തന്നെ തോറായുടെ ഗ്രന്ഥകർത്തൃത്വം, ആധികാരികമായ ഗ്രന്ഥകർത്തൃത്വം പരമ്പരാഗതമായി ഇന്നും മോശയ്ക്കാണ് നൽകപ്പെടുന്നത്. കാരണം മോശയിലൂടെയാണ് ഇസ്രായേൽ ജനത്തിന് തോറ നൽകിയതും, മോശയാണ് ഇസ്രായേൽ ജനത്തെ തോറ പഠിപ്പിച്ച് നിയമം പഠിപ്പിച്ച് അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഒരുക്കിയതും വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചതും. വാഗ്ദത്ത നാടിന്റെ കവാടം വരെ മോശയാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തോറായുടെ ഗ്രന്ഥകർത്തൃത്വം ആധികാരികമായിട്ട് മോശയ്ക്ക് നൽകുന്നു. എന്നാൽ റിട്ടൺ ഓതർഷിപ്പ്, അതിന്റെ രചനാ ഗ്രന്ഥകർത്തൃത്വം മോശയ്ക്ക് നൽകുന്നില്ല. രചനാ ഗ്രന്ഥകർത്തൃത്വം അത് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ വിവിധ ഡോക്യുമെന്റുകളായിട്ട് എഴുതപ്പെട്ട്, ജൂലിയസ് വെൽഹൗസൻ 4 ഡോക്യുമെന്റുകളെ കുറിച്ച് പറയുമ്പോഴും ഇന്ന് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് 4 അല്ല അതിൽ കൂടുതലോ വ്യത്യസ്തമായ ഡോക്യുമെന്റുകളായിട്ട് വിവിധ അവസരങ്ങളിൽ എഴുതപ്പെട്ടിരുന്നതിനെ ക്രോഡീകരിച്ച് ബാബിലോണിയൻ അടിമത്തത്തിന്റെ ശേഷം 5-ാം നൂറ്റാണ്ടിൽ എസ്രാ നെഹമ്യയുടെ കാലഘട്ടത്തിൽ വിരചിതമായതാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള തോറ. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ തോറ ചുരുളുകള് ക്രിസ്തുവിന് മുൻപ് 5-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. ഇത് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ഇങ്ങനെ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട തോറ പിൽക്കാലത്ത് 3-ാം നൂറ്റാണ്ടിലെ 245 ഹീബ്രു ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു. ഹീബ്രു ഭാഷയിൽ ഇത് 5 ചുരുളുകളിലായിട്ട് എഴുതിയിരുന്നത് കൊണ്ട് ഇതിനെ 5 ചുരുളുകൾ എന്നർത്ഥത്തിൽ പെന്റാതൂക്കോസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പെന്ററ്റൂക്ക് എന്ന ഹീബ്രു ഇംഗ്ലീഷ് വാക്ക് അതിൽ നിന്നാണ് വരുന്നത്. 5 ചുരുളുകളായിട്ട് 5 ചുരുളുകൾ എന്നർത്ഥത്തിൽ പെന്ററ്റൂക്ക് എന്ന് വിളിക്കുവാൻ തുടങ്ങി. ഈ പെന്ററ്റൂക്ക് അതാണ് പഞ്ചഗ്രന്ഥം. 5 ചുരുളുകൾ ചേർന്ന് ഒറ്റ ഗ്രന്ഥമായിട്ട് ആണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ നിയമഗ്രന്ഥം ആണ്. ഇനി അതുകൊണ്ട് നമ്മൾ സംക്ഷിപ്തമായിട്ട് തോറയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോൾ തോറ ഒരു വ്യക്തിയിൽ നിന്ന് വന്നതോ മോശയിൽ നിന്ന് വന്നതോ ആയിരിക്കാൻ സാധ്യതയില്ല. വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിലൂടെ മോശയിലൂടെ നൽകപ്പെട്ട നിയമം കൈമാറ്റപ്പെടുകയും നൂറ്റാണ്ടുകൾ ഇസ്രായേൽ ജനം ജീവിക്കുകയും അങ്ങനെ ജീവിച്ചു പോകുന്നതിന്റെ ഭാഗമായിട്ട് അത് എഴുതപ്പെടുകയും ചെയ്തു.
പ്രകാരം വ്യത്യസ്തമായിട്ട് എഴുതപ്പെട്ടിരുന്ന നിയമ ഗ്രന്ഥങ്ങളുടെ ചുരുളുകളെ ഉൾച്ചേർത്തും പാരമ്പര്യങ്ങൾ ഉൾച്ചേർത്തും 5-ാം നൂറ്റാണ്ട് BC-യോടുകൂടിയാണ് ഇന്ന് ലഭ്യമായ വിധത്തിൽ തോറ രൂപീകൃതമാകുന്നത്. തോറ 5 പുസ്തകവുമായിട്ട് നിലനിൽക്കുന്നു എങ്കിലും അതിനെ ഒറ്റ ഗ്രന്ഥമായിട്ടാണ് കാണേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അത് 5 പുസ്തകങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളുള്ള പുസ്തകമാണ്. 50 അധ്യായങ്ങളെ 2 ഭാഗങ്ങളായിട്ട് പ്രധാനമായിട്ട് തിരിക്കും. 1 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 12 തൊട്ട് 50 വരെയുള്ളത് പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരണമാണ്. പിന്നീട് 50-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം ഇസ്രായേൽ ജനം ഈജിപ്തിലാണ്. ഈജിപ്തിൽ 2-3 നൂറ്റാണ്ടുകൾ 400 വർഷക്കാലത്തോളം ഈജിപ്തിൽ ജീവിച്ചതിന് ശേഷം അവര് അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യമാണ് പുറപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. 1 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങളിൽ ഈജിപ്തിലെ അവരുടെ അടിമത്ത കാലഘട്ടത്തെക്കുറിച്ചും അവിടെ നിന്നുള്ള വിമോചനത്തെക്കുറിച്ചും വിമോചിപ്പിച്ചവരെ പുറത്തേക്ക് നയിക്കുന്നതിനെക്കുറിച്ചുമാണ് 1 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങൾ കാണാം. 19-ാം അധ്യായമാകുമ്പോൾ അവർ സീനായ് മലയുടെ താഴ്വാരത്തിൽ ചെല്ലും. സീനായ് മലയുടെ താഴ്വാരത്തിൽ ചെന്ന് അവിടെ തമ്പടിച്ച് അവിടെ മോശ ദൈവത്തോട് സംസാരിക്കുകയും ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറുന്ന കാര്യവും, അങ്ങനെ സീനായ് മലയുടെ താഴ്വാരത്ത് എത്തി അവിടെ താമസിക്കുന്ന കാര്യമാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം തൊട്ട് ലേവ്യരുടെ പുസ്തകത്തിന്റെ പൂർണ്ണമായ ഉള്ളടക്കവും അതിനുശേഷം സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം വരെയും പറയുന്നത് സീനായ് മലയുടെ താഴ്വാരത്ത് ഇസ്രായേലിന്റെ ജീവിതം എപ്രകാരം ആണെന്നുള്ള കാര്യമാണ് വിവരിക്കുന്നത്. തുടർന്ന് സംഖ്യയുടെ പുസ്തകം 11 തൊട്ട് അതിന്റെ അവസാനം വരെയും സീനായ് മലയിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയും വാഗ്ദത്ത നാടിന്റെ അതിർത്തിയായ മൊവാബ് ദേശത്ത് അവർ ഇന്ന് തമ്പടിച്ച് താമസിക്കുന്ന കാര്യവും പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വാഗ്ദത്ത നാടിന്റെ കവാടത്തെങ്കിൽ എത്തിയിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ നിയമം ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞുകൊടുത്ത് അവരെ പഠിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ യോഗ്യരാക്കുന്ന കാര്യമാണ് നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറയുന്നത്. കാരണം സീനായ് മലയിൽ നിന്നും പുറപ്പെട്ട ജനം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു തലമുറ മാറി, സീനായിൽ നിന്ന് പുറപ്പെട്ട തലമുറ മാറി പുതിയ തലമുറയാണ് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് നിയമം വീണ്ടും ആവർത്തിച്ച് പറയുന്ന രീതിയിൽ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത്. മോശ ഇസ്രായേൽ ജനത്തിന് നിയമം ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പഞ്ചഗ്രന്ഥം എന്ന് പറയുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ചേരുന്നതാണ്. തോറ എന്ന് ഹീബ്രു ഭാഷയിൽ അറിയപ്പെടുന്നു. ഗ്രീക്ക് ഭാഷയിലെ പെന്റത്തൂക്കോസ് എന്നത് ഇംഗ്ലീഷിലെ പെന്ററ്റ്യൂക്ക് എന്ന് അറിയപ്പെടുന്നു. ഇത് ഒരൊറ്റ ഗ്രന്ഥമായിട്ട് ഇസ്രായേലിന്റെ നിയമഗ്രന്ഥമായിട്ട് എഴുതപ്പെട്ടതാണ്. മോശയിലൂടെ നൽകിയ നിയമം നൂറ്റാണ്ടുകൾ അവർ വായ്മൊഴിയായിട്ട് കൈമാറുകയും അത് ജീവിക്കുകയും അതിൽ നിന്നും എഴുതപ്പെട്ട ഡോക്യുമെന്റുകളായിട്ട് വ്യത്യസ്തമായിട്ട് രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായി എഴുതപ്പെട്ടിരുന്നതും വായ്മൊഴിയുമായി നിലനിന്നിരുന്നതുമായ കാര്യങ്ങളെല്ലാം കൂടെ ഉൾച്ചേർത്ത് ക്രിസ്തുവിന് മുൻപ് 5-ാം നൂറ്റാണ്ടോടുകൂടി ബാബിലോണിയൻ അടിമത്തം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തില്, ബാബിലോണിയൻ അടിമത്തം 587 മുതൽ 532 വരെയുള്ള കാലഘട്ടങ്ങളാണ്. അതിനുശേഷമുള്ള കാലഘട്ടത്തില് ഇസ്രായേലിന്റെ നിയമസംഹിതകൾ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒറ്റ ഗ്രന്ഥമായി രൂപം കൊണ്ടതാണ് തോറ എന്ന നിയമഗ്രന്ഥം. ഈ നിയമഗ്രന്ഥത്തെക്കുറിച്ചും അതിലോരോ പുസ്തകങ്ങളെക്കുറിച്ചും അതിന്റെ ദൈവശാസ്ത്രവും ഒക്കെ നമ്മൾ ക്രമേണ പഠിക്കും. ഇന്ന് പൊതുവായിട്ട് നമ്മൾ കണ്ടത് തോറായെക്കുറിച്ച് പൊതുവായിട്ടുള്ള വിവരണങ്ങളാണ്.